ലോകത്തിലെ തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങളെ കൂട്ടത്തിൽ എണ്ണുമ്പോൾ 1 ഇസ്രായേൽ, 2 അമേരിക്ക, 3 RSS, ആ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് ഹമാസിനെയും വേണ്ടാം. ഞാൻ ഒരു മനുഷ്യനെയും മദ്രസ കണക്ക് മദ്രസ വായ്ത്താരി എടുക്കില്ല. അതിനൊരു മറുപടി ഇവിടെ ഭീകര സംഘടന എന്ന് പറയാൻ ഇവിടെ രണ്ട് കാര്യം ഇവിടെ രണ്ട് കാര്യത്തിന് മറ്റേ ഹാഷിദ് മറുപടി പറയാതെ പോയി, ഷാഹിർ മറുപടി പറയാതെ പോയി. ഒന്ന്, ഹമാസിന്റെ നിലപാടെന്ന് പറയുന്നത് കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമല്ല എന്നാണ് ഹമാസിന്റെ നിലപാട്. ആ ഹമാസിന്റെ ചിത്രം ഉയർത്തിയ ആളുകൾക്ക് അതേ നിലപാടുണ്ടോ, ഇല്ലെങ്കിൽ അവരെ തള്ളിപ്പറയുവാനായിട്ട് തയ്യാറുണ്ടോ? ഈ ചിത്രം ഉയർത്തിയ ആളുകൾ, ഈ ഹമാസിന്റെ ചിത്രം ഉയർത്തിയ ആളുകൾ അത് ചെയ്തത് തെറ്റാണ് എന്ന് പറയുവാൻ തയ്യാറുണ്ടോ? ഇത് കൃത്യമായിട്ട് ഉത്തരം പറയണം. അല്ലാതെ ഇത് പിന്നീട് ചർച്ച ചെയ്യാം, VT ബൽറാം അത് പോസിറ്റീവ് സെൻസിൽ എടുക്കണം, ഇതൊന്നുമല്ല വിഷയം. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, കാശ്മീർ ഇന്ത്യയുടെ ഘടകമല്ല എന്നാണ് ഹമാസിന്റെ നിലപാട്. ആ ഹമാസിന്റെ ചിത്രം ഉയർത്തിയ ആളുകൾക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും അല്ലെങ്കിൽ അവർ ചെയ്തതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നവർക്കും കാശ്മീർ ഇന്ത്യയുടെ ഘടകമല്ല എന്നതാണോ നിലപാട് എന്ന് പറയുവാൻ ഈ ചർച്ചയിൽ തയ്യാറാവണം. 2, ഇവിടെ പരസ്യമായി അവിലും മലരും കുന്തിരിക്കവും കരുതി വെച്ചോളൂ, അമ്പലനടയിൽ കെട്ടിത്തൂക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു വംശഹത്യക്ക്, ഹിന്ദു കൊലപാതകത്തിന് ആഹ്വാനം ചെയ്ത ആളുകളാണ്. അവരുടെ നിലപാട് തന്നെയാണോ ഹമാസിന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ച ആളുകളുടെ നിലപാട് എന്ന് പറയുവാൻ തയ്യാറാണ്. 3, RSS ഏത് കൂട്ടക്കൊലയ്ക്കാണ് ഇന്ത്യ മഹാരാജ്യത്ത് നേതൃത്വം കൊടുത്തിട്ടുള്ളതെന്ന് പറയണം. അല്ലാതെ ഭീകരവാദ പ്രസ്ഥാനമാണ് RSS എന്ന് പറഞ്ഞു പോയോണ്ട് കാര്യമൊന്നുമില്ല. ഏത് കൂട്ടക്കൊലയ്ക്കാണ് നേതൃത്വം നൽകിയിട്ടുള്ളത്? RSSന്റെ നേതൃത്വത്തിൽ ഹിന്ദു വംശഹത്യ അല്ലെങ്കിൽ ഇസ്ലാം വംശഹത്യ എവിടെയാണ് ഈ രാജ്യത്ത് നടത്തിയിട്ടുള്ളത്? അതിനെക്കുറിച്ച് പറയാതെ വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരുവിധ കാര്യമില്ല. ഇവിടെ അജ്മൽ കസബിനെ കേരളത്തിലെ ജഡ്ജിമുക്ക് പള്ളിയിലെ മയ്യത്ത് നിസ്കാരം നടത്തിയ സമയത്ത് അതിനെ അപലപിക്കാൻ തയ്യാറായ ആളുകളുണ്ടോ? അത് ചെയ്ത് തെറ്റാണെന്ന് പറയാൻ തയ്യാറായിട്ടുണ്ടോ? അജ്മൽ കസബ് എന്താ വിശുദ്ധനാണോ? ഇവിടെ വലിയ ഒരു ഭീകരവാദ പ്രവർത്തനം നടത്തിയതാണ് അജ്മൽ കസബിനെ തൂക്കിലേറ്റിയത്. ആ അജ്മൽ കസബിന് മയ്യത്ത് നിസ്കാരം നടത്തിയപ്പോൾ അതിനെ തള്ളി പറയാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? അല്ലാതെ ഇത്തരത്തിൽ വന്നിരുന്നുകൊണ്ട് ചർച്ചയിൽ എന്തെങ്കിലും പറഞ്ഞു പോകുന്നതിൽ യാതൊരുവിധ കാര്യമില്ല. ഈ കാര്യത്തിൽ നിങ്ങൾ വ്യക്തമായ മറുപടി പറഞ്ഞു പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാ ചോദ്യത്തിനും മറുപടി തരാം. നിങ്ങൾ ഉയർത്തിയ എല്ലാ ചോദ്യത്തിനും മറുപടി തരാം. കാശ്മീരിന്റെ നിലപാട്, കാശ്മീരിലെ നിലപാട് എന്താണ്? ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്, അതിലൊരു സംശയമില്ല. അത് രണ്ടാമത്തെ ഒരു സംശയമില്ല. കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്, നമ്മുടെ ഇന്ത്യയുടെ ഭാഗമാണ്. ഹമാസ് ഭീകരവാദികൾ പറയുന്നത് കാശ്മീർ ഇന്ത്യയുടെ ഘടകമല്ലെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അതിനെ എതിർക്കുന്നോ പിന്തുണയ്ക്കുന്നോ അത് പറയൂ. രണ്ടാമത്തെ സംശയം എന്താണ്? അത് ചോദ്യത്തിന് തന്നെ പ്രസക്തി ഉണ്ടോ? ഹമാസോ അല്ലെങ്കിൽ RSSോ ശിവസേനയോ പറയുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾ എന്തിനാ മറുപടി പറയാൻ നിൽക്കുന്നത്? അല്ല, അപ്പൊ അത്തരത്തിൽ ഹമാസ് ഭീകരവാദികളുടെ ചിത്രം ഉയർത്തിപ്പിടിച്ച ആളുകൾ ഭീകരവാദികളല്ലേ? അതുകൂടെ ചേർത്ത് പറയോ? അതോടൊപ്പം ചേർത്ത് പറയോ? ഹമാസിന്റെ വായായി മാറിക്കൊണ്ട് ഹമാസ് ഭീകരവാദികളുടെ ചിത്രം ഉയർത്തിപ്പിടിച്ച ആളുകളും ഭീകരവാദികളാണെന്ന് പറയാൻ തയ്യാറാവൂ? അതെന്താ പറയാത്തത്? നിങ്ങൾ ഹമാസിന്റെ നിലപാട് കാശ്മീരിലാണെങ്കിൽ ഹമാസിന്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്ന ആളുകളും ഭീകരവാദികളല്ലേ? ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ പ്രശാന്ത് ശിവൻ ചോദിച്ച ഒന്നിന് ഞാൻ മറുപടി പറഞ്ഞു. കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. അതിൽ നമുക്ക് ആർക്കും സംശയമില്ല. അങ്ങനെ ആരെങ്കിലും മറുത്തു പറഞ്ഞാൽ അത് മാത്രമല്ല, അതല്ല എന്റെ ചോദ്യം. എന്റെ ചോദ്യം അതല്ല, അതിനോടൊപ്പമുള്ള ചോദ്യമാണ്. കാശ്മീരിനെ എതിർക്കുന്ന ഹമാസ് അഭിപ്രായം ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളോട് പറഞ്ഞു. എങ്കിൽ ആ ഹമാസ് നേതാക്കളുടെ ചിത്രം ഉയർത്തിപ്പിടിച്ച ഭീകര സംഘടനകളല്ലേ? അവർക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളണ്ടേ? ആ ചിത്രം ഉയർത്തിപ്പിടിച്ചവർക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരാൾ ഇപ്പൊ നേരത്തെ പ്രശാന്ത് ശിവൻ ഈ ചർച്ചയുടെ തുടക്കത്ത് പറഞ്ഞു, ഒരു ഇസ്ലാമിക രാഷ്ട്രീയ പാർട്ടിയോ മതസംഘടനാ നേതാവോ അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ ആ കുട്ടികൾ ചെയ്തതിനെ ന്യായീകരിച്ചിട്ടില്ല, ശരിയാണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്? പ്രശാന്ത് ശിവൻ തുടക്കത്ത് പറഞ്ഞല്ലോ, നിങ്ങൾ എന്നെ പറഞ്ഞില്ലേ? അങ്ങനെ ഏതെങ്കിലും തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. അല്ല,
ഞാൻ പറയുന്നു അത് ശരിയായ സംഗതിയല്ല. നിങ്ങൾ എന്നോടാണല്ലോ ചോദിച്ചത്. നിങ്ങൾ എന്നോട് ചോദിച്ചത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്നോട് ചോദിച്ചത് ഞാൻ പറയുന്നു അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ഒരു സംശയമില്ല. ചെയ്തത് തെറ്റാണെന്ന് സമ്മതിക്കോ? ഓക്കെ, തെറ്റാണെന്ന് സമ്മതിക്കും നിങ്ങൾ? 100%. ഞാൻ മാത്രമല്ല, എല്ലാവരും പറയുന്നു ഒരു ദേശോത്സവത്തിന്റെ അവർക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളണമെന്ന് പറയൂ. ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ അഭിപ്രായം ഞാൻ മനസ്സിലാക്കിയിടത്തോളം പറഞ്ഞു, ഒരാളും അവിടുത്തെ ഈ എന്താ പറയുക പള്ളിയുടെയോ മറ്റെന്തിൻ്റെയോ ഒരു കൂട്ടരും അത്തരം ഒരു സംഭവത്തെ ന്യായീകരിച്ചിട്ടില്ല. ഒരാളും പറയാൻ കഴിയില്ല. എന്നാ ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടില്ല. അവിടെയാണ് ഒരു സംഭവത്തെ അതാണ് ഞാൻ പറയുന്നത്. ഒരു സംഭവത്തെ ന്യായീകരിക്കാതിരുന്നാൽ എന്താണ് കള്ളത്തരാണ് കാണിക്കണേ. ഷാക്കിർ ഒരു തട്ടിപ്പാണ് കാണിക്കണേ. ഷാക്കിർ ഒരു തട്ടിപ്പാ കാണിക്കണേ. ഞാൻ പറഞ്ഞുതരാം എന്താന്നുള്ളത്. ചെറിയൊരു സമയം അത് നിങ്ങളുടെ ഈ മൗനമുണ്ടല്ലോ, ഈ മൗനമാണ് അവർക്ക് ലഭിക്കുന്ന പ്രോത്സാഹനം. അതിനെ എതിർക്കണം, തെറ്റായതിനെ തെറ്റാണെന്ന് പറയണം. അത് അങ്ങനെ പറയാൻ കഴിയുന്നില്ല എന്നതാണ് കേരളത്തിന്റെ പ്രശ്നം. പ്രശാന്ത് ശിവ കൃത്യമായി ഞാൻ പറഞ്ഞു. അവിടെ KP ശ്രീനിവാസൻ ഈ പിന്നെ അതുപോലെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ വസ്തുതയാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് ഇവിടെ അത് ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്ക് ഭയമുണ്ടോ? അവിടെ ഭീകരവാദികളുടെ പടം ഉയർത്തിയത് തെറ്റാണെന്ന് പറയാൻ അവർക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളണമെന്ന് പറയൂ. അപ്പൊ നിങ്ങൾ ഭീകരവാദികളെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നത് പരസ്യമായി പറയേ. പ്രശ്നം കഴിഞ്ഞില്ലേ? ഹമാസ് ഭീകരവാദികളുടെ നിലപാട് തന്നെയാണ് ഞങ്ങളുടെ നിലപാടെന്ന് പറയും. പ്രശ്നം കഴിഞ്ഞില്ല. ഞങ്ങള് ഒരു കൂട്ടരെ പ്രശാന്ത് ശിവൻ കേട്ടോ, അതായത് ഇസ്രായേൽ, അമേരിക്ക, ഇങ്ങനെയുള്ള ഒരു കൂട്ടരെ ഞങ്ങൾ അംഗീകരിക്കണില്ല. അവരോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. ഷാക്കിറിനുള്ള സമൂഹത്തിന് നല്ലതല്ല ചെയ്യുന്നത്. ഷാക്കിർ കാണിക്കുന്ന തട്ടിപ്പ് എന്താന്ന് ഞാൻ ഷാക്കിർ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ഹമാസ്, ഇസ്രായേല്, അമേരിക്ക, RSS ഒരേപോലെ കൂടിക്കൊള്ളി. ശരി ഞാൻ പറഞ്ഞുതരാം.